അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് ഗായ്സ്. നല്ലത് അത്താഴത്തിന് നമ്മൾ കഴിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 3 മണിയാണ് ഗായ്സ്. 3 മണി ഉറങ്ങിയിട്ടാ ഉണ്ടാക്കി തന്നെയാണ് ജോലി കഴിഞ്ഞിട്ട് നമുക്ക്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് എന്ത് രാശി നമുക്ക് ബിരിയാണി ഇല്ല കാണില്ല സാധ്യതയില്ല. ആ ബിരിയാണി അല്ലേ? ഇതെന്ത് സാധനം? മുന്തിരിൻ്റെ അറിയില്ല. ആ നല്ല ഹെൽത്തി അല്ല, ഹെൽത്തി അല്ലേ? ഇത് അറബികൾ കഴിക്കുന്ന സാധനമാണ് ഗായ്സ്. നല്ല ഹെൽത്തി ഫുഡ്. ഓക്കെ, ഇത് നമ്മുടെ റൂമാണ് ഗായ്സ്. നമ്മുടെ റൂമിൽ ഇന്ന് അത്താഴത്തിന് ബിരിയാണിയാണ്. ബിരിയാണിൻ്റെ ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയെല്ലാം റാശിയാണ് ഉണ്ടാക്കുന്ന കുക്ക്. ഇതെല്ലാം മസാല ആക്കുന്നുണ്ട്. ഇന്ന് അത്താഴത്തിന് കിടിലനായിരിക്കും. ഓക്കെ, മുണ്ടാസ് നല്ല ഇതെല്ലാം കെട്ടിയിട്ട് നല്ല കണ്ട കുക്കിൻ്റെ ഒരു ഇതേണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. മുന്തിരെല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ട്. അത് റാശി നല്ല ചിക്കനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ എത്ര ആക്കുള്ള റാശി ചിക്കന് റെഡി ആക്കിയ? 16 ആക്കുള്ള ചിക്കനാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. നല്ല കിടിലൻ മസാല ഇട്ടിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 16 ആക്ക് വേണ്ടിയുള്ള ചിക്കനാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഉള്ളി മുറിച്ചുകൊണ്ടുണ്ട്. ഇതിൻ്റെ ബിരിയാണിൻ്റെ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയും കാര്യമെല്ലാം റെഡി ആകുന്നുണ്ട്. ഉള്ളി ഇതാ ഇവിടെ കുനാന്ന് മുറിക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടാവും. റാഷിൻ്റെ അത്താഴത്തിനുള്ള ബിരിയാണിയാണ്. 1 മണി ഇവിടെ ഇപ്പോൾ 1 മണി ആയിട്ടുള്ള ബിരിയാണിയാണ്. അതിൻ്റെ ഇടയിൽ ആയ എന്ന് ചോദിച്ചുകൊണ്ട് അവരൊരാൾ വരുന്നുണ്ട്. ആയ ആണെങ്കിൽ കുറേ ടൈമാണ് ഗൈസ്. നാടൻ കോഴി അല്ലേ? നാടൻ കോഴി അല്ലേ? നാടൻ കോഴിയാണ് ഗൈസ്. നമ്മൾ ഇന്ന് അത്താഴത്തിന് ഉണ്ടാക്കുന്നത്. വില കൂടിയതല്ലേ? സാധാരണയുള്ള വിലയല്ല, നല്ല ഡബിൾ വിലയുണ്ട് ഗൈസ്. ഇത് നിങ്ങളുടെ റൂമിലെല്ലാം ഉണ്ടാക്കുന്ന പ്രവാസികളെ നോക്കണം. നിങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ടോ? എന്തെല്ലാം പേര് വോയിസ് ആണെന്ന് നിങ്ങൾക്ക് ആര്യാക്കണ്ട. ഇത് ബിരിയാണി ബ്ലോഗല്ല ഗൈസ്. ചെറിയൊരു പ്രവാസത്തിൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ നമ്മളെ സംസീർക്ക നോമ്പിനെ പറ്റിയിട്ട് എന്ത് 3ാമത്തെ നോമ്പല്ലേ പറഞ്ഞു? നോമ്പ് വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ ഖൈർ. ഇന്ന് നമുക്ക് റാഷിയുടെ കണ്ണൂർ ബിരിയാണി, തളിപ്പറമ്പ് ബിരിയാണിയാണ് അത്താഴത്തിന് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ അതൊരു ഭയങ്കര ബിരിയാണി ആയിരിക്കും. പിന്നെ ഇതുവരെയായിട്ട് നമുക്ക് ഒരു ഇതും പറ്റിയിട്ടല്ല, ഡീഫോൾട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. ഇതും അത്യുഗ്രനായിരിക്കും. അത്യുഗ്രൻ ആവട്ടെ. അപ്പോൾ റാഷിയുടെ ഇവിടെ അരീസ ഉണ്ട്. അരീസ ഇത് നമുക്ക് അറബിൻ്റെ ഇത് തന്നതാണ്. അരീസ എന്ന് പറയുന്നത് നല്ല കിടിലൻ ഫുഡാണ്. ഇത് നോമ്പിന് കഴിക്കുന്നതാണ്. ഇത് അടുത്തത് ചിക്കനല്ല, ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് ചിക്കനല്ല. ഇത് ഇവിടുന്ന് നാടൻ ഇവിടെ തന്നെ അറുത്തിട്ട് അല്ലേ? ഫ്രിഡ്ജിലൊന്നും ഉണ്ടായതല്ല. അത് വേറെ പോയിട്ടുണ്ട്. ഇത് ഇവർ തന്നെ ഇവർ മധുരയിൽ അല്ല ഫാമിലുണ്ടാക്കിയിട്ട് ഫാമിലുണ്ടാക്കിയിട്ട് കൊണ്ടിരുന്നതാണ് ഗൈസ്. അത്താഴത്തിൻ്റെ നമുക്ക് അതിൻ്റെ ഇടയിൽ ആശിക്കുന്നത് 1 മണിയല്ലേ അല്ലേ? നമ്മളെ ഗൾഫിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതല്ല ഫുഡ് ഉണ്ടാക്കുന്നത്. 1 മണിയായി കഴിഞ്ഞതിൽ ആർക്കും അറിയാം ഗൈസ്. നാട്ടിലുള്ളവർക്കെല്ലാം ആർക്കും അറിയാം. ഇതാ നമ്മളെ മോൻ ചെക്കൻ വരുന്നുണ്ട്. ഷിയാബായിന്റെ മോൻ വരുന്നുണ്ട് നാളെ. പള്ളിക്കെട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. ഷിയാബായിന്റെ മോൻ വരുന്നുണ്ട് നാളെ. മാഷാ അല്ലാഹ് നല്ല റാഹത്തിലെത്തിട്ട് മാഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഷിയാബായി ഉള്ളത്. എത്ര മണിക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ്? നാളെ മംഗലാപുരത്ത് നിന്ന് 17 രൂപന്റെ എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് വരുന്നത്. ബിരിയാണിയുടെ
അപ്പോൾ ഇത് റൈസിനുള്ളതാണ് ഗൈസ്. റൈസിന് കൂടെ പിന്നെ ക്യാരറ്റ് മുറിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചപ്പല ബിരിയാണി ഇല, പച്ചമുളക്, കറിവേപ്പില കൂടെ മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഇടുന്നത്ര ചട്ടി ചൂടായിട്ടും ഭാഗത്ത് ചിക്കൻ പൊരിച്ചുകൊണ്ടുണ്ട്. നല്ല അടിപൊളി RKG നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോക്കലൊന്നും യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ അസീലുണ്ട്. അസീലും നല്ല ഇവിടെ അറബികളെല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ്. അടിപൊളി സാധനമാണ് RKG. പൊരി ചിക്കൻ കൊണ്ടിവിടെ ആവട്ടെ. ആയെങ്കിലല്ല അത് കൊടുക്കാൻ പറ്റുമല്ലേ? എന്നെ ചോദിച്ചോണ്ടുണ്ടല്ലേ എല്ലാവർക്കും തിരക്കാന്ന് കഴിച്ച് എന്താ ചെയ്യല്. ഇതിപ്പോ ആണ്ട് റോബോട്ടൊന്നല്ല. എത്ര സ്പൂണ്? 2-3 സ്പൂൺ. 2-3 സ്പൂണല്ല. 15 ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 2-3 സ്പൂൺ ഇട്ടാൽ എൻ്റെ കൂടെ മിക്സ് ആക്കും. എൻ്റെ കൂടെ RKG മിക്സ് ആക്കണം. നല്ല ടേസ്റ്റാണ് സാധനം അല്ലേ? ഏറ്റവും ടേസ്റ്റുള്ള RKG അല്ലേ? RKG ഗീ റൈസ്. പിന്നെ ഗീ റൈസ് എന്ന് പറയും കേട്ടോ. ഗീ റൈസ് അല്ലേ? നല്ല 16 ആക്കുള്ള എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്? 12 ഗ്ലാസ് വെള്ളമുണ്ട്. 12 ഗ്ലാസ് അരിയുണ്ട്. എത്ര കിലോ അരി? 12 ഗ്ലാസ് അരി. 12 ഗ്ലാസ് അല്ലേ? 12 ഗ്ലാസ് 12 12 ഗ്ലാസ്സിനൊക്കെ എടുക്കുക. 2 ഗ്ലാസ് ഒഴിക്കാം. വെള്ളം ഒഴിക്കണം. 7 ഗ്ലാസ് വെള്ളമായി. 8 ഗ്ലാസ് വെള്ളം. 9 വെള്ളമായി വിനിയോഗിക്കാണ്ട്. അപ്പോൾ ഗൈസ് 22 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ 12 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് 22 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരെ ഡബിൾ ഒഴിച്ച് നല്ല ബോയിൽഡ് നല്ല കിട്ടുക. ഉപ്പിടുക. ചിക്കനും കൂടെ റെഡിയായിക്കൊണ്ടുണ്ട്. നല്ല ശരിയാകുന്നുണ്ട്. നല്ല മണം കിട്ടും. നല്ല ഇതിങ്ങനെ ഇട്ടാൽ നല്ല മണം കിട്ടും. അല്ലേ? ചിലർ ആദ്യം ഇടും. ആദ്യം ഇടുമ്പോൾ മണം കിട്ടില്ല. ആദ്യം ഇടേണ്ട ആവശ്യമില്ല. ഇത് വെള്ളം വെച്ചിട്ടാൽ കൂടെ ജീരകം, ക്യാരറ്റ്, ഉള്ളി എടുക്കാതെ കുറച്ച് ഉള്ളി ഇട്ടേ. കുറച്ച് ഉള്ളിയും കൂടി ഇടാം. കുറച്ച് ഉപ്പിടുക. പാകത്തിന് കുറച്ച് ഇട്ടിട്ട് ഇത് അരി ഇടുന്നതാണ്. ചിക്കൻ ഏകദേശം റെഡിയായി വന്ന് അതിൽ ചെറുപുളി, ചെറുനാരങ്ങ കൂടി അത് ആഡാക്കി ഇവിടെ ചിക്കൻ വെന്തുകൊണ്ടുണ്ട്. ഏകദേശം ഇതെല്ലാം റെഡിയായി. അരി ഇട്ട് കഴിച്ച് നല്ല ജീരകശാല റൈസാണ്. അടിപൊളി. ഒരു 20 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് കഴിക്കാൻ. 20 മിനിറ്റ് ആകുമ്പോൾ ഇത് മൂടിയിൽ വെക്കണം. ബോളം പറ്റാതെ മൂടിയാൽ മുളക് വെച്ചാണ് നമ്മൾ വേണ്ടത്. ചെറിയ തീരെ വെച്ചിട്ട് 10 മിനിറ്റ് 10 മിനിറ്റ് അല്ലേ? നമ്മുടെ അമ്മോണ്ട് ദമ്മിന് ചോറായി മീന മസാല ഇട്ടിട്ട് ദമ്മിടാൻ പോകുകയാണ്. അപ്പോൾ ദമ്മിടുകയാണ് ഗൈസ് അല്ലേ? ഫസ്റ്റ് ഒരു ലെയർ അല്ലേ? നല്ല അടിപൊളി ചോറായിട്ടാ. വേറെ വേറെ അതില്ലേ? കഴിഞ്ഞില്ലല്ലേ? കൈ കഴിഞ്ഞിരിക്കുകയാണ് ഗ്യാസ്. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി. 1 മണിക്കൂർ ദമ്മിന് വേണ്ടിയിട്ട് വെക്കും.
ഓക്കെ ഗായ്സ്. നമ്മൾ അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് ഗായ്സ്. നല്ലതാണ്. അത്യാവശ്യം നമ്മൾ കഴിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 3 മണിയാണ് ഗായ്സ്. 3 മണി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറങ്ങിയിട്ടാ ഉണ്ടാക്കി തന്നെയാണ്. ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തന്ന ബിരിയാണി ഇത് കഴിച്ചിട്ട് നോക്കണം അഭിപ്രായങ്ങൾ. മതി എത്രയും വേണ്ട അതിലിട്ടോ. മതി ഓക്കെ.